പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ. ആ മക്കൾ പഠിച്ച് ഉന്നതരാവുക, തൻ്റെ ഇടവും മിടുക്കുമുള്ള സാമർഥ്യമുള്ള നല്ല മക്കളാവുക നമ്മൾ ആഗ്രഹിക്കുന്നവരും തേടുന്നവരുമാണ്. എന്നാൽ അതിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു ദുആ മഹത്തുക്കൾ പറയുന്നുണ്ട്. ആ ദുആ ആത്മാർത്ഥമായി ഒരു വട്ടമാണെങ്കിലും ചൊല്ലി വന്നാൽ തീർച്ചയായും നല്ല ബുദ്ധിയും തൻ്റെ ഇടവർക്കുണ്ടാവും. മാത്രമല്ല, നമ്മളുടെ മക്കളുടെ നന്മകൾ ഈ ലോകത്തും പരലോകത്തും ഖബറിൽ നമുക്ക് കണ്ട് സന്തോഷിക്കാൻ, അവരുടെ നന്മ കാരണമായി മാതാപിതാക്കൾക്ക് ഭാരമേറിയ ഹസനത്ത് നന്മ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വലാന മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം ജീവിതത്തിലും മരണത്തിലും ബഅദൽ മൗത്തിലും അള്ളാഹു സമ്മാനിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന അൻവാർ ഫജൻ്റെ കുടുംബം, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ഇവിടെ വെച്ചാണെങ്കിലും ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒട്ടനവധി ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ ഒരുപാട് നാടുകളിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ, റാഹത്ത് നൽകട്ടെ. നമ്മൾ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ അളീമത്തായ നിഅമത്താണ് നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ. അത് തീർച്ചയായിട്ടും അവരെല്ലാം സമുന്നതരാകണം, അവരെല്ലാം പഠിച്ചു മിടുക്കരാകണം, നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുള്ളവരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ദുആ ചെയ്യുകയും തേടുകയും ചെയ്യുകയാണ്. ആണല്ലോ, ഒരാൾക്കും എത്ര മോശക്കാരനായി ജീവിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും മക്കൾ മോശമാകുന്ന ഇഷ്ടാവില്ല. ഇപ്പം നിസ്കാരം ശ്രദ്ധിക്കാത്തൊരു ഉപ്പയാണോ ഉമ്മയാണെങ്കിൽ പോലും മക്കളോട് നിസ്കരിക്കാൻ പറയും. ഇങ്ങനെയാണല്ലോ. പുക വലിക്കുന്ന വാപ്പയാണെങ്കിൽ പോലും മക്കളോട് ആ ശീലം കൊള്ളില്ല എന്ന് നമ്മൾ പറയും. അത്ര കെയർ ചെയ്തിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ പൊന്നുപോലെയാണ് വളർത്തുക. എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ നമ്മൾ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അവർ പഠിച്ചു മിടുക്കരാകണം, നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ആക്റ്റീവാകുന്ന മക്കളാകണം എന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് നമുക്ക് സപ്പോർട്ട് നൽകുന്ന, വലിയ സഹായം നൽകുന്ന പ്രത്യേകമായ ഒരു ദുആയിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്. ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു ദുആയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതാണ് ആ ദുആ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി, മക്കളുടെ സ്വലാഹിയത്ത്, നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും മക്കൾക്ക് വേണ്ടി അവർ തുടക്കം കുറിക്കുന്ന വേള, അതായത് ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ മക്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ പരസ്പരം ബന്ധപ്പെടുമ്പോൾ തന്നെ തീർച്ചയായും നിർബന്ധമായും അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ അതെല്ലാം നമ്മൾ പാലിക്കണം. പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ഏത് വിഷയം നമ്മൾ തുടങ്ങിയാലും അത് ബറക്കത്തിലാകും. അത് എവിടെയാണോ മൈനസാകുന്നത് അവിടെ ബറക്കത്ത് കേടുറപ്പാണ്. അപ്പോൾ ബിസ്മിയിലൂടെ ആകട്ടെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിലൂടെ ആകട്ടെ നമ്മുടെ മക്കൾ ജനിച്ചു വീഴുന്നത്. നമ്മുടെ മക്കളെ അള്ളാഹു പടച്ചു തുടങ്ങുന്ന അങ്ങനെയാകട്ടെ. അതിനെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ വചനം കൊണ്ട്, ദിക്റുകൾ കൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടേണ്ടത്. സ്വാലിഹീങ്ങളായ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നന്മ നമുക്ക് പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വചനം കൊണ്ട് ഒരു ഭാര്യ ഭർത്താവ് ഒരു ബന്ധം തുടങ്ങി, ആ ബന്ധത്തിലൂടെ മക്കളുണ്ടായാൽ ആ മക്കളുടെ ഓരോ ശ്വാസത്തിനും ഹസനത്ത്, നന്മ ഈ പേരൻസുകൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും എന്നാണ്. ആലോചിച്ച് നോക്കി, ഒരു മോൻ ജനിച്ചു വീണ് മരിക്കുന്നത് വരെ എത്ര വയസ്സാണ്? അല്ലാഹു അലം. അത്രയും വയസ്സ് മരിക്കുന്നവരെ ഡെയിലി എടുത്തുകൊണ്ടിരിക്കുന്ന, ഓരോ സെക്കൻഡും എടുത്തുകൊണ്ടിരിക്കുന്ന, നിമിഷങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ കണക്കനുസരിച്ച് അല്ലാഹു ഹസനത്ത്. അപ്പോൾ നാളെ ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത നന്മയേക്കാൾ കൂടുതൽ ഈ മക്കളുടെ നന്മയായിരിക്കും, ഹസനത്തായിരിക്കും നമുക്ക് കിട്ടുക. എത്രയോ കോടാനുകോടിക്കണക്കിന് ഹസനത്ത് നന്മ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അതിനൊക്കെ കാരണമാകുന്ന ഏതാണ്? ബിസ്മി കൊണ്ട് തുടക്കം കുറിച്ച ആ ബന്ധത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. രണ്ടാമത്, പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്കത് കഴിഞ്ഞല്ലോ ഉസ്താദെ, ഞങ്ങളുടെ ഡെലിവറി കഴിഞ്ഞല്ലോ, മോൾക്ക് ഇത്ര വയസ്സായി, മോന് ഇത്ര വയസ്സായി, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഏതായിരുന്നാലും ഇതിൻ്റെ തുടക്ക ഭാഗം
എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടി കൂടെ പറയാൻ, പ്രഗ്നൻസി പീരീഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പീരീഡാണ്. അപ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, നമ്മളുടെ മനസ്സിൻ്റെ മറ്റു ചാബല്യങ്ങൾ, ഇതെല്ലാം മക്കളിൽ എഫക്റ്റ് ചെയ്യുമെന്ന് സയൻറ്റിഫിക്കലായി തെളിഞ്ഞ വിഷയമാണ്. കേവലം ഖുർആനും ഹദീസും മഹാന്മാരുടെ ഉദ്ധരണികൾ മാത്രമല്ല ഇതിൽ പറയുന്നത്. എന്താ സയൻറ്റിഫിക്കലായി ഇതിൽ കൃത്യമായിട്ട് എവിഡൻസ് വരുന്നുണ്ട്. അത് മക്കളിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻസി പീരീഡിൽ സന്തോഷവതിയായിരിക്കണം ആ പെണ്ണ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മോള്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. അതിന് മാതാപിതാക്കൾ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം, ഹാപ്പിനെസ് നിലനിൽക്കാൻ, അവർ ദുഃഖിച്ച് കരഞ്ഞ് പ്രയാസപ്പെട്ട് രോഗം വന്ന് വിഷമിക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകാൻ, ബാക്കിയുള്ള സമയത്ത് ഉണ്ടാക്കാമെന്നല്ല ഈ പറയുന്നത്. പ്രഗ്നൻസി പീരീഡ് വളരെ പ്രധാനപ്പെട്ടൊരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ ശ്രദ്ധിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ ഉമ്മയാണെങ്കിലും അധികം കൂടെ ഉണ്ടാവുക. ഉമ്മ ശ്രദ്ധിച്ചു കൊടുക്കണം. ഉമ്മ ആ മോള് വേദനിക്കാൻ പ്രയാസപ്പെടാൻ കാരണമാകരുത്. നല്ല സപ്പോർട്ട് കൊടുക്കണം, ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് പ്രഗ്നൻസി പീരീഡ് ആയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മോളെന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യ, മോളാണല്ലോ, അള്ളാഹുവിൻ്റെ ദീനില്ലത് മോളാണല്ലോ, അള്ളാഹു മോളാക്കിയതാണല്ലോ. ആ മോളെ വേദനിപ്പിക്കുന്ന ഉമ്മമാർ എമ്പാടുണ്ട്. എത്ര മോശമാണ്. ഒരാൾ പരമാവധി മോശമാകുമ്പോഴാണ് അത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത്. പ്രഗ്നൻസി പീരീഡിൽ മരുമോളെ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയെ വേദനിപ്പിക്കുന്ന കമൻറ്റ് പറയുക എത്ര മോശമാണ്. അതിലൂടെ അടുത്ത കയറി വരാൻ പോകുന്ന ഒരു തലമുറ തന്നെ വിഷമത്തിലേക്കാവുകയാണ്. ആ കുട്ടിയുടെ ആരോഗ്യപരമായ ഉയർച്ചയിൽ അത് തളർച്ചയുണ്ടാക്കും, പല പ്രശ്നങ്ങളുണ്ടാക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഉമ്മയും ശ്രദ്ധിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ പ്രഗ്നൻ്റായ പെണ്ണും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ സമയത്ത് പ്രോപ്പറായി നിസ്കാരം വേണം, കൃത്യമായ അദ്കാറുകൾ വേണം. ഓരോ സന്ദർഭങ്ങളും ഭക്ഷണം കഴിക്കുന്ന ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കും. കാരണം ഇത് നമുക്കും നമ്മുടെ കുഞ്ഞിനും കൂടെ കൊടുക്കുന്ന ഭക്ഷണമാണ്. ശ്രദ്ധിച്ചു കൊടുക്കണം. കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് നമുക്കും സന്തോഷമാണ്, കുട്ടിക്കും സന്തോഷമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. ടോയ്ലറ്റിൽ കയറുമ്പോൾ ദിക്റുകൾ വേണം. പൈശാചികമായ ടച്ച് കിട്ടാകാൻ പാടില്ല. അത് നമുക്കും പ്രയാസമാണ്, മക്കൾക്കും പ്രയാസമാണ്. ഇശാ മഗ്‌രിബിനിടയിൽ പുറത്തിറങ്ങാൻ പാടില്ല. നമുക്കും പ്രയാസമാണ്, മക്കൾക്കും പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ആ വ്യക്തികളും ശ്രദ്ധിച്ചു കൊടുക്കണം. പ്രഗ്നൻസി പീരീഡിൽ ഖുർആൻ പാരായണങ്ങൾ ചെയ്യണം. സ്വന്തം ഖുർആൻ ഓതണം, സ്വന്തം നെഫ്സ് കേൾക്കുന്ന തരത്തിൽ ഖുർആൻ ഓതണം, സ്വന്തം ശരീരം കേൾക്കുന്ന തരത്തിൽ. അപ്പോൾ നമ്മുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് അത് കേൾക്കാനും അതിൻ്റെ വഹീൻ്റെ ഒരു പ്രത്യേകമായ എഫക്റ്റ് ഉണ്ടാകാനൊക്കെ കാരണമാകും. ഖുർആൻ കേൾക്കണം. ഇനി സ്വന്തമായിട്ട് ഓതാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഫോണിലോ മറ്റോ ഖുർആൻ പ്ലേ ചെയ്യിപ്പിച്ചു വെച്ച് ഖുർആൻ കേൾപ്പിക്കണം. മറ്റൊരാൾ ഓതുന്നത് കേൾക്കണം. അതിൽ പോലും പുണ്യവുമുണ്ട്, ഒരുപാട് ബെനിഫിറ്റുണ്ട്. മക്കൾക്കൊക്കെ പിന്നീട് ഫ്യൂച്ചർ ഒരുപാട് ആത്മീയമായി ചെയ്തതിനൊക്കെ കാരണമാകും. ഖുർആൻ എവിടെ തൊട്ടാലും അങ്ങനെയാണ്. ശ്രദ്ധിച്ചു കൊടുക്കണം. മൂന്നാമത്തത്, നമ്മൾ നല്ല നാച്ചുറൽ ഫുഡ് കഴിക്കണമല്ലോ. അൺനാച്ചുറൽ ഫുഡ്, കെമിക്കൽ ആഡ് ചെയ്ത ഫുഡുകളൊക്കെ ആ സമയത്തൊക്കെ കഴിച്ചാൽ അത് ശക്തമായിട്ട് നമ്മുടെ മക്കളുടെ വളർച്ചയെ ബാധിക്കും. ഇപ്പോൾ ഇന്ന് ആധുനിക സൊസൈറ്റിയിൽ കാണുന്ന വലിയൊരു പ്രശ്നം മക്കളുടെ വളർച്ചക്കുറവ്, അല്ലേ? പ്രഗ്നൻസി പീരീഡിൽ വളർച്ചക്കുറവ്, പൊസിഷൻ മാറിപ്പോവുക, ഹാർട്ട് കംപ്ലൈൻറ്റ്, അങ്ങനെ പല നിലക്കും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ ശ്രദ്ധ അനിവാര്യമാണ്. നല്ല പ്യൂറായിട്ടുള്ള നാച്ചുറൽ ഫുഡുകൾ കഴിക്കണം. അത്യാവശ്യം ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങുന്നൊരു പ്രായമാവുമല്ലോ. ആ പ്രായമാകുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് തേൻ ചേർത്ത വെള്ളം വെറും വയറ്റിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചില മക്കൾ തുടക്കത്തിൽ അങ്ങനെ കുടിച്ചോളണമെന്നില്ല. അപ്പോൾ ഒരല്പം തേനെടുത്തിട്ട് അവരുടെ നാവിൽ ഒന്ന് ഇറ്റിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ തേനെടുത്തിട്ട് അവരുടെ നാവിൽ ഇറ്റിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും തേൻ ചേർത്ത വെള്ളം, തേൻ ചേർത്ത തിളപ്പിച്ചാറിയ, അതായത് നന്നായിട്ട് തിളച്ചു, പിന്നെ അത് ആറി കുടിക്കാൻ പാകത്തിനായി, ജസ്റ്റ് ചൂടേയുള്ളൂ, അതിലേക്ക് തേൻ ചേർക്കുക. 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മുതിർന്നവരും പ്രത്യേകിച്ച് കുട്ടികൾ കൊടുക്കുക, വെറും വയറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തു ശറഹ്, ഫാത്തിഹയും അലം നശ്റഹ് സൂറത്തും ഓരോ വട്ടമെങ്കിലും മിനിമം അതിലേക്ക് ഓതിയിട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുള്ളവരായി നമ്മൾ മക്കൾ മാറി വരും. ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി നാലാമത്തെ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നല്ല ഓർമ്മശക്തിയുള്ള, പഠിക്കാൻ ഗ്രാഹ്യശക്തി ഉള്ളവരാകാൻ വേണ്ടി
തീർച്ചയായിട്ടും നമ്മൾ പ്രയത്നിക്കുന്നതോടൊപ്പം അവർക്കൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുക. അറിയാവുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മക്കളൊന്ന് പഠിക്കട്ടെ. ഈ ദുആ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കണം. ഇതൊന്ന് ഒരു വട്ടെങ്കിലും ചൊല്ലാൻ പറയണം, മനസ്സറിഞ്ഞ് അതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് ആ ദുആ ഒന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ യാ മൻ മഖാലീദുൽ ഉമൂരി കുല്ലിഹാ ബിയദിഹി വഇലൈഹി യർജിഉൽ അംറു കുല്ലുഹു യാ ഫത്താഹു യാ അലീമു ഇഫ്തഹ് അലയ്യ ഫത്ഹൻ ഖരീബാ യാ ഫത്താഹു യാ അലീമു യാ ഫത്താഹു യാ അലീം. ഇതാണ് ആ ദുആ. അതായത് സർവകാര്യങ്ങളുടെയും നിയന്ത്രണാധികാരം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. വഇലൈഹി യർജിഉൽ അംറു കുല്ലു, എല്ലാ കാര്യത്തിൻ്റെ മടക്കവും അള്ളാഹുവിലേക്കാണ്. യാ ഫത്താഹു യാ അലീമു, എല്ലാം സർവ വിജയങ്ങളും തുറന്നു തരുന്നവൻ, അതേപോലെ തന്നെ സർവജ്ഞാനിയുമായവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയാം, ഇഫ്തഹ് അലിയ ഫത്ഹൻ ഖരീബ, എനിക്ക് ഉടൻ തന്നെ വിജയത്തിൻ്റെ വഴികൾ തുറന്നു തരണം. യാ ഫത്താഹു യാ അലീമു യാ ഫത്താഹു യാ അലീം. എല്ലാം തുറന്നു നൽകുന്നവനായ സർവജ്ഞനായ അള്ളാഹുവേ, പടച്ചവനെ എന്നുള്ളതാണ് ഈ ദുആയിലൂടെ പറയുന്നത്. ഈ ദുആ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് ഒരു വട്ടമെങ്കിലും നമ്മുടെ മക്കൾ പറയാൻ ശ്രമിച്ചാൽ, പറയുന്നവരാണെങ്കിൽ അത് മദ്രസ പഠനം മാത്രമല്ല, ആത്മീയ പഠനം മാത്രമല്ല, ഭൗതിക പഠനം. നമ്മുടെ മക്കൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്റ്റാൻഡേർഡിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പഠനത്തിൻ്റെ മേഖല അവർക്ക് വിജയത്തിലാക്കാൻ പറ്റും. അവർ സമുന്നതരാകും. ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ മുതിർന്നവരും മാതാപിതാക്കളും മക്കളും എപ്പോഴും കൊണ്ടു നടക്കേണ്ട ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നബിയെ ഇങ്ങനെ ദുആ ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദുആ ഉണ്ട് ഖുർആനിൽ. എന്താ ദുആ? റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. അള്ളാഹു എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം. അത് ഭൗതിക ആത്മീയ വിജ്ഞാനങ്ങളൊക്കെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം പടച്ചോനെ, നിയ്യത്തിലാക്കുക. റബ്ബി സിദ്നി ഇൽമാ. മുതിർന്നവരും കുട്ടികൾ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക. ഈ ദുആ പതിവാക്കാൻ പറയാം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇനി ആറാമത്തെ കാര്യം, മാതാപിതാക്കൾ ദുആ ചെയ്യണം. മാതാപിതാക്കൾ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് വേണ്ടി ഭാര്യ ഭർത്താക്കൾ പരസ്പരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദുആയാണിത്. ഈ ദുആ കൊണ്ട് സന്തോഷിക്കാത്തൊരു കുടുംബം ഉണ്ടാവില്ല. ഖുർആൻ പ്രസൻറ്റ് ചെയ്ത ദുആയാണ്. ദുആ ചെയ്യാം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ആ ദുആ ചെയ്യാം. അതൊക്കെ മക്കൾ തീർച്ചയായിട്ടും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ദുആയിൻ്റെ എഫക്റ്റാണ് മക്കളുടെ വളർച്ച. ലോകത്ത് വളർന്ന മക്കളൊക്കെ, അത് ആത്മീയമായിട്ടായിക്കോട്ടെ ഭൗതികമായിട്ടായിക്കോട്ടെ, അതിൻ്റെ പിന്നിലെല്ലാം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ എഫക്റ്റീവായ ദുആ പിന്നിൽ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ നമ്മളോട് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളെല്ലാം, പ്രത്യേകിച്ച് അൻവർ ഹഫീദിൻ്റെ കുടുംബത്തിലെ മക്കളെല്ലാം അള്ളാഹു ഉന്നതരായ മക്കളാക്കി, എല്ലാ ആൺമക്കളെയും പെൺമക്കളെയും ബറക്കത്തുള്ളവരാക്കി അള്ളാഹു ആക്കി തരട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ കഴിയുന്നവരുണ്ട്, ഡെലിവറി കാത്തു കിടക്കുന്നവരുണ്ട്, കഴിഞ്ഞവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ മക്കളെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.
ناصرنا